മനസാക്ഷിയുടെ ആക്ഷേപം ഖേദമായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്നു അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അധിക സമയം എൻ്റെ പക്കലില്ല ഇതിന് കൂടുതലായി പറയുവാൻ. പല കാര്യങ്ങൾ കർത്താവിനെ പഠിപ്പിച്ചുവെങ്കിലും ഞാൻ വേഗത്തിൽ തന്നെ ഓടിച്ച് അതിന് ചില വിശദീകരണം തന്നതിന് ശേഷം കർത്താവിന് എനിക്ക് റിവീൽ ചെയ്തതായ ആ 7 പോയിന്റ്സ് ഞാൻ പങ്കുവെക്കാം. അധികം സമയം എടുക്കുകയല്ല, നിങ്ങൾ വിഷമിക്കേണ്ട. ഈ രാത്രി കൊണ്ട് ഇവിടെ ഇരിക്കാൻ പോകല്ലേ. അത് യേശു ഒലിവ് മലയിലേക്ക് പോയി. ആദ്യകാലത്ത് അവൻ പിന്നെ ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. സ്തോത്രം. ഒലിവ് മലയിലേക്ക് പോയി. എന്തിനാണ് അവൻ ഒലിവ് മലയിലേക്ക് പോയത്? ടു ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ഹിസ് ഫാദർ ഇൻ ഹെവൻ. കർത്താവായ യേശുക്രിസ്തുവിന് വലിയൊരു ആവശ്യമായിരുന്നു എല്ലായ്പ്പോഴും ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ഹിസ് ഹെവൻലി ഫാദർ. 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു ആഘോഷത്തെക്കുറിച്ചൊക്കെ വായിക്കാൻ പറ്റും. ഫീസ്റ്റ് ഓഫ് ദ ടാബർനാക്കിൾ ഫീസ്റ്റ്. യേശു അവിടെ പോയിരുന്നുവെങ്കിലും പകുതിയായപ്പോൾ ദൈവാലയത്തിൽ പോയി ശുശ്രൂഷിച്ചെന്നാണ് വേദപുസ്തകം പറയുന്നത്. സോ ഹി വാസ് ഇൻ കമ്മ്യൂണിയൻ വിത്ത്. ആദ്യം പറയാനുള്ളതാണ്, നമുക്കൊരാവശ്യബോധം വേണം. എല്ലായ്പ്പോഴും we need to as often as possible we need to communicate with our heavenly Father if we want to have ഒരു ധന്യമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, ചെയ്തെടുക്കണമെങ്കിൽ എന്നുള്ള കാര്യം മറന്നുപോകരുത് എന്ന് ഉറപ്പിക്കട്ടെ. ദേവദാസൻ ഞങ്ങൾ കാണുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവേ അല്ലെങ്കിൽ യേശുവേ സ്തോത്രം, ഇങ്ങനെ കമ്മ്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്കത് വലിയ സന്തോഷമായി. കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അത് ആവശ്യമാണ്. എന്തിനാ? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികൾ ശരിയാതെ ചെയ്യണമെങ്കിൽ കർത്താവിന്റെ അഭിഷേകം, ആത്മീക അഭിഷേകം നമുക്ക് ആവശ്യമാണ്. മുമ്പോട്ട് പോകാം. അതിനുശേഷം 2-ാം വാക്യത്തിൽ പിന്നെയും ദൈവാലയത്തിൽ ചെന്ന ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവിടെ ഇരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് സേവനമുള്ള മാവുടെ 5, 6, 7 സേവനമുള്ള മാവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. എന്നാൽ ഏതെങ്കിലും വലിയൊരു വിശിഷ്ട കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു സാധാരണ ഇരുന്ന് സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ നിന്ന് സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ പാസ്റ്ററോട് ഓടി നടന്ന് ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ ഏതോ ഒരു വലിയൊരു കാര്യമാണ് തെളിയിക്കാൻ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. അതിന്റെ പിന്നിൽ വലിയൊരു ആശയം ഉണ്ട്. അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു നടുവിൽ നിർത്തി. നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവിടെ കുറിച്ച് എന്തു പറയും? നീ ഇവിടെ കുറിച്ച് what do you say about her? We got her in the act of adultery. മക്കളെ, ഈ സ്ത്രീയെ കുറിച്ച് എന്നെ 3-4 കാര്യങ്ങൾ പറയാം. ഈ ശാസ്ത്രജ്ഞരെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു എങ്ങനെ അത് സോൾവ് ചെയ്തു ആ പ്രോബ്ലം എന്നുള്ളതും നമുക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട്. സ്തോത്രം. അവർ ഈ സ്ത്രീയെ കണ്ടം ചെയ്തതിന് ശേഷം കണ്ടം ചെയ്ത് അല്ലെങ്കിൽ വിധിച്ചുകൊണ്ടാണ് ഇവർ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്.
ഈ സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ she was caught in adultery, in the act of adultery എന്ന് വചനം വിളിച്ചു പറയും. എന്നാൽ നോക്കിക്കോടെ, this is the lowest part of her life. ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഈ സ്ത്രീ ഇവിടെ ഈ ജനത്തിന്റെ മധ്യേ യേശുവിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഓർക്കണം, ന്യായപ്രമാണം അനുസരിച്ച്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് സ്ത്രീയും പുരുഷനും രണ്ടുപേരും ശിക്ഷയ്ക്ക്, അവർ രണ്ടുപേർക്കും ശിക്ഷയുണ്ട്, സ്ത്രീക്ക് മാത്രമല്ല. എന്നാൽ ശാസ്ത്രം അവർ ചെയ്ത എന്തുവാണ്? only voted the women to be accused of in the act of adultery. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ തെളിയിച്ച് പറയാം. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു എന്ന് വചനം വിളിച്ചു പറയും. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും യേശുവിനെ to trap him, to destroy his life, to destroy his reputation, അതിനുവേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു ഇത് എന്ന് വചനം നമ്മളവിടെ വിളിച്ചു പറയുന്നു. യേശുവോ കുനിഞ്ഞു. യേശു, ആ വാക്ക് പിന്നെ ഞാൻ എടുക്കാൻ പോവുകയാണ്. യേശുവോ കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്തെ എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങൾ പാവമില്ലാത്തവൻ, അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. ആ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശു കുനിഞ്ഞു. പല വേദപണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു കുനിഞ്ഞതിൻ്റെ ഒരു പ്രധാന ഒരു സംഗതി ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു സംഗതി കിട്ടിയിരിക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ പറയാം. To take people's attention away from the lady, മറ്റുള്ളവരുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റിയെടുക്കുവാനാണ് യേശു ക്രിസ്തു കുനിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ പല ആശയങ്ങളും വരെ കാണുന്നു. കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞിനെ നമ്മൾ എന്തുവരെ നോട്ടിയായിട്ട് വല്ലതും ബിഹേവ് ചെയ്യുമ്പോൾ അവരുടെ അറ്റൻഷൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ നമ്മളെന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കും. യേശു ഈ ലോകത്തുള്ള ജീവിതത്തിലുള്ളതിലേക്കും ഏറ്റവും വലിയ ടോപ്പ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അത് നിങ്ങൾ തിരിച്ചറിക്കരുത്. യേശു ക്രിസ്തു സാക്ഷാത് ഹ്യൂമനായിരുന്നു, രണ്ടുമല്ലേ. സഹീനു ഞാൻ പഠിച്ചിട്ടുള്ള സൈക്കോളജി കൊടുക്കുക ഈ വേദസുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മാതൃകയാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ സൈക്കോളജി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് പറയുന്നതിന്റെ കാര്യം ഇതാണ്, അത്രയ്ക്ക് മാത്രം കരുതല് കർത്താവായ യേശു ക്രിസ്തു ഈ പാപിയായ സ്ത്രീയോട് ഉണ്ടായിരുന്നു. കരുണ അവിടെ കാണിച്ചു ആരംഭത്തിൽ തന്നെ. രണ്ടാമത് 7-ാം വാക്യം വായിക്കുമ്പോൾ വേറൊരു സംഗതി ഇവിടെ അവിടെ കാണാം. അതെന്താന്ന് ചോദിച്ചാൽ, അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങൾ പാവമില്ലാത്തവൻ, അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു.